നമ്മുടെ എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. നമ്മൾ പോയി ചോദിച്ചപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് ഈ പ്രമുഖ ബ്രാൻഡായ ഇൻഡിഗോ പറഞ്ഞു ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ നൈസായിട്ട് അങ്ങ് മാറ്റി. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. നമ്മളോട് ചോദിക്കാതെ നമ്മളെ ഇൻഫോം പോലും ചെയ്യാതെയാണോ മാറ്റുന്നത് ചോദിച്ചു. നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിക്കണ്ടേ? കുഞ്ഞിന്റെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഫുൾ സാധനങ്ങൾ അതിനകത്താണ്. കല്ലും മണ്ണും ചോക്ക വേറെ ആളെ നോക്കണം. വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒന്നും ഇടാനില്ല, ഒന്നുമില്ല. എന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താണ്. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി അതായിരുന്നു. അത് നമ്മളെ നല്ല ഒരൊറ്റ കസ്റ്റമറിനെ പോലും ബുദ്ധിമുട്ടിയത്. ദേവി ഇത് കുഞ്ഞൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചോ? മുന്നേ നിങ്ങൾ ഈ ഒരു ദിവസം 24 hours കഴിഞ്ഞ് പെട്ടി എത്തിച്ചാൽ ആ 24 hours നമ്മൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. താനിങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. This is very very cheap of Indigo, extremely cheap of Indigo. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എന്തിനു വന്നതാണ്. വല്ലാത്തൊരു വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തുറന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? അപ്പൊ ഇനി ഇവിടെ ഉള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? അതിവിടെ വന്ന് ബില്ല് കാണിച്ചാൽ അവർ കോമ്പൻസേറ്റ് തരാമെന്ന് പറയുന്നു. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഇനി അത് എത്രത്തോളം വലിയ സത്യാവസ്ഥ അതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഷോപ്പ് ചെയ്യാൻ പോകുന്നു. ആ ഷോപ്പിംഗ് ബില്ല് മൊത്തം ഇവിടെ കാണിക്കുന്നു. അവർ തന്നേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. ഇവന്റെ ഡ്രസ് എല്ലാം എന്റെ അണ്ടർ ഗാർമെന്റ്സ് ഇല്ലടോ. എയർ ഇന്ത്യ ആ കാര്യത്തിലൊക്കെ ഡീസന്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. മേടിച്ചതാണ് അരുണ്. ബഡ്ജറ്റ് ഹോളിഡേസിൽ അരുൺ താ വരണോ? എല്ലാവർക്കും എന്നെ മതി. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് ഞാൻ നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് ഷോപ്പ് ചെയ്യാം. അതിന്റെ ബില്ല് ഇൻഡിഗോടെ തലേ തന്നെ വെച്ചു പള്ളക്ക് വെച്ചു കൊടുക്കാം. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും ജട്ടി സാധനം എത്തി നമ്മുടെ മറ്റുള്ളവർക്ക് കൂടി ജെട്ടി ശാപം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോടും. നല്ല വില കൂടിയ ജട്ടി വരെ വാങ്ങിച്ചോളാം കേട്ടോ. അത് വിട്ടുകളയരുത് നമ്മൾ. എടോ പിള്ളേ, നിനക്ക് നല്ലൊരു അവസരം തന്നതല്ലേ, എന്തിനാ വിട്ടുകളഞ്ഞെന്ന് ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും കൂട്ടുകാരന്മാരെ? ഇവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ നമ്മള് എക്സ്പെൻസീവ് ജട്ടി മാത്രം ഇടാം. നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ.